എല്ലാവർക്കും നമസ്കാരം. ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എണ്ണൽ സംഖ്യ, അഖണ്ഡസംഖ്യകളുടെ ക്രിയകളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് പൂർണ്ണസംഖ്യകളുടെ ക്രിയകളാണ് പഠിക്കുന്നത്. പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പൂർണ്ണസംഖ്യയും പോസിറ്റീവ് പൂർണ്ണസംഖ്യയാണ്. പോസിറ്റീവ് പൂർണ്ണസംഖ്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂജ്യത്തേക്കാൾ വലിയ സംഖ്യകളാണ്. നെഗറ്റീവ് പൂർണ്ണസംഖ്യ പൂജ്യത്തേക്കാൾ ചെറിയ സംഖ്യകൾ. ഈ പോസിറ്റീവിനെ വേണമെങ്കിൽ ലാഭം എന്നുള്ള അർത്ഥത്തിലെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നെഗറ്റീവ് നഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ് വരിക. പോസിറ്റീവ് മുകളിലോട്ടാണെങ്കിൽ നെഗറ്റീവ് താഴോട്ട് എന്നുള്ള അർത്ഥത്തിൽ വരും. എന്താണോ പോസിറ്റീവ് അതിൻ്റെ നേരെ വിപരീതമാണ് നെഗറ്റീവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളുടെ ക്രിയകളാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. നാം ഒരു പാത്രത്തിൽ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും നിറയെ ഇതിലിട്ടെന്ന് കരുതുക. കുറേ പോസിറ്റീവ് സംഖ്യകൾ, കുറേ നെഗറ്റീവ് സംഖ്യകൾ ഇതിനകത്തിട്ടു. എന്നിട്ട് ഇതിൽ നിന്ന് കണ്ണടച്ച് രണ്ട് സംഖ്യകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവുമായിരിക്കും. രണ്ട് സംഖ്യകളാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ രണ്ട് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കേസുകളിലും ഓരോന്നിലും ഈ നാല് ക്രിയകൾ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ഇതിൽ ഇങ്ങനെ ഈ മൂന്ന് കേസിലും ഈ നാല് ക്രിയകളും നമ്മൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമുക്ക് എടുക്കാം. രണ്ട് പോസിറ്റീവ് സംഖ്യകൾ. പോസിറ്റീവ് 6 കൂട്ടണം പോസിറ്റീവ് 4 സമം പോസിറ്റീവ് 10 ആണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? പോസിറ്റീവ് 6 എന്ന് പറഞ്ഞാൽ 6 നേരത്തെ പറഞ്ഞ പോലെ 6 ലാഭമാണെന്ന് കരുതിയാൽ 4 ലാഭമാണ്. 6 ലാഭവും 4 ലാഭവും കൂട്ടിയാൽ 10 ലാഭമാണ്. ലാഭവും കൂട്ടിയാൽ കൂടുതൽ ലാഭമാണ്. അപ്പോൾ പോസിറ്റീവ് 6 പ്ലസ് പോസിറ്റീവ് 4 സമം പോസിറ്റീവ് 10. പോസിറ്റീവ് 6 ഈ ചിഹ്നം ഇടതുവശത്ത് മുകളിലാണ് ഉയർത്തി എഴുതുക. ഇത് ക്രിയയാണ്. 6ൻ്റെ ചിഹ്നം പോസിറ്റീവ്, ഇത് പ്ലസ് ക്രിയ, 4ൻ്റെ ചിഹ്നം പോസിറ്റീവ്. പോസിറ്റീവ് 6 പ്ലസ് പോസിറ്റീവ് 4 സമം പോസിറ്റീവ് 10. അപ്പോൾ രണ്ട് പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുമ്പോൾ അക്കം കൂട്ടിയിട്ട് പോസിറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. ഇതേപോലെ നെഗറ്റീവ് 4 പ്ലസ് നെഗറ്റീവ് 5 രണ്ട് നെഗറ്റീവ് സംഖ്യയാണ് കൂട്ടുന്നതെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ 4 നഷ്ടവും 5 നഷ്ടവും, രണ്ട് നഷ്ടം കൂട്ടിയാൽ വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് 9 ആണ് ഇതിൻ്റെ ഉത്തരം. നെഗറ്റീവ് 4 നെഗറ്റീവ് 5 കൂട്ടിയാൽ നെഗറ്റീവ് 9. 4 നഷ്ടവും 5 നഷ്ടവും കൂട്ടിയാൽ 9 നഷ്ടം. രണ്ട് നെഗറ്റീവ് സംഖ്യ കൂട്ടിയാൽ ഉത്തരം നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ തുക നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കേസ് നമ്മൾ പറഞ്ഞു രണ്ട് നെഗറ്റീവ് കൂട്ടുന്നു. ഇപ്പോൾ സങ്കലനമാണ് പറഞ്ഞത്, വ്യവകലനം തുടർന്ന് പറയാം. ഇനി ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണ് കൂട്ടുന്നത്. മൂന്നാമത്തെ കേസ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് 6 കൂട്ടണം നെഗറ്റീവ് 4 അങ്ങനെയാണെങ്കിൽ 6 ലാഭവും 6 നമുക്ക് ലാഭം വന്നു, വരവാണ്. അതിൽ നിന്ന് 4 പോവുകയും ചെയ്തു. അത് ചിലവാണ്. 4 വരവും ചിലവുമാണ്. 6 വരവും 4 ചിലവും ആയി കഴിഞ്ഞാൽ പിന്നെ 2 നമ്മുടെ കയ്യിൽ ലാഭമായിട്ട് കിടക്കുന്നത്. ആ 2 ലാഭമാണ്, അത് പോസിറ്റീവ് 2. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ഈ വലിയ സംഖ്യേൻ്റെ അകത്ത് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ടാൽ മതി എന്നാണ് പറയുക. വലുത് ലാഭമാണെങ്കിൽ ഉത്തരം ലാഭം. അതേപോലെ നെഗറ്റീവ് 10 കൂട്ടണം പോസിറ്റീവ് 6 ആണെങ്കിൽ 10 നഷ്ടവും 6 ലാഭമാണ്. അപ്പോൾ അവിടെ 4 നഷ്ടമായി. വലുത് നഷ്ടമായതുകൊണ്ട് ഉത്തരം നഷ്ടമായി മാറി. നെഗറ്റീവ് 5 പ്ലസ് പോസിറ്റീവ് 7 ആണെങ്കിൽ 7 ലാഭമാണ്, 5 നഷ്ടമാണ്. അപ്പോൾ ഉത്തരം പോസിറ്റീവ് 2 വരും. അപ്പോൾ വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് സങ്കലനത്തിൻ്റെ നിയമങ്ങൾ. കൂട്ടുമ്പോൾ ഉള്ള നിയമങ്ങളാണ് പറഞ്ഞത്. രണ്ട് പോസിറ്റീവ് കൂട്ടിയാൽ അക്കം കൂട്ടിയിട്ട് വലിയ സംഖ്യയുടെ അക്കം കൂട്ടിയിട്ട് പോസിറ്റീവ് ചിഹ്നം ഇടുക. രണ്ട് നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ അക്കങ്ങൾ കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടുക. വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ അവയുടെ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുകയാണ് വേണ്ടത്. ഇനി വ്യവകലനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 6 കുറക്കണം 4 സമം 2 നമുക്കറിയാം. അപ്പോൾ വ്യവകലനം താരതമ്യേന സങ്കലനത്തെക്കാൾ പ്രയാസമുള്ളതുകൊണ്ട് ഈ വ്യവകലനത്തെ നമുക്ക് സങ്കലനമാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഈ 6 മൈനസ് ഉള്ളത് പ്ലസ് ആക്കി മാറ്റി ഈ 4 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 4 ആണ്. ആ പോസിറ്റീവ് 4 നെഗറ്റീവ് 4 ആക്കിയാൽ ഉത്തരം 2 തന്നെ കിട്ടും. 6 പ്ലസ് നെഗറ്റീവ് 4 സമം 2 ആണ്. അപ്പോൾ 6 കുറക്കണം 4 പകരം 6 പ്ലസ് നെഗറ്റീവ് 4 എന്ന് പറയുമ്പോൾ ഉത്തരം 2 തന്നെ കിട്ടും. അപ്പോൾ കുറക്കൽ ക്രിയ കൂട്ടലാക്കി മാറ്റുമ്പോൾ ഇതിൻ്റെ ഈ രണ്ടാമത്തെ കുറക്കേണ്ടതിൻ്റെ വിപരീതം ചിഹ്നം മാറ്റിയാൽ മതി, വിപരീതം എടുത്താൽ മതി. ഇങ്ങനെ ചിഹ്നം മാറ്റുന്നതിന് വിപരീതം എന്നാണ് പറയുക.
ഈ 4ൻ്റെ വിപരീതം -4, ഇവിടെ -4 ആണെങ്കിൽ +4, അങ്ങനെ വിപരീതം എടുത്തിട്ട് കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ സങ്കലനക്രിയ എന്ന് പറഞ്ഞാൽ വ്യവകലനക്രിയ എന്ന് പറഞ്ഞാൽ സങ്കലനക്രിയ തന്നെയാണ്. സങ്കലനത്തിൻ്റെ വിപരീതം കൂട്ടിയാൽ മതി. ഈ കുറക്കേണ്ടതിൻ്റെ വിപരീതം കൂട്ടിയാൽ ഉത്തരം കിട്ടും. ഇപ്പോൾ -4 കുറക്കണം 3 ആണെങ്കിൽ നമുക്കിതിന് ഒന്നാമത്തെ സ്റ്റെപ്പിൽ -4 കൂട്ടണം -3 എന്ന് എഴുതാം. നെഗറ്റീവും കൂട്ടിയാൽ ഉത്തരം -7 ആണ് നമുക്ക് മനസ്സിലാകും. -6 കുറക്കണം -5 ആണെങ്കിൽ -6 കൂട്ടണം -5ൻ്റെ വിപരീതം +5 ആണ്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂട്ടുമ്പോൾ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുകയാണ് വേണ്ടത്. അപ്പോൾ -1 കിട്ടും. 6 മൈനസ് -3 ആണെങ്കിൽ 6 പ്ലസ് +3 ആയി. 6 എന്ന് പറഞ്ഞാൽ +6 തന്നെയാണ്. അപ്പോൾ +9 ഉത്തരം കിട്ടും. അപ്പോൾ സംഖ്യകൾ കുറക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂട്ടലാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുക. കൂട്ടലാക്കി മാറ്റിയതിന് ശേഷം നേരത്തെ പറഞ്ഞ ഈ നിയമങ്ങൾ ഉപയോഗിച്ച് കൂട്ടാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഗുണനവും ഹരണവും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ആലോചിക്കാം.